ഹലോ, ഉണ്ണിമോസ് മോമിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള മക്രോണിയുടെ റെസിപ്പിയാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഇനി ഒരു 10 ദിവസം ലീവല്ലേ, അപ്പോൾ ലീവിന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം ഇൻഡക്ഷൻ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെ മക്രോണിയാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് വെള്ളത്തിലിട്ട് തിളച്ചാൽ തന്നെ നമ്മുടെ മക്രോണി നല്ല സോഫ്റ്റായി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ഇത് പകുതി കുക്കായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് കുക്കായി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കിയിട്ട് വെള്ളം വാർത്ത് കളയാനായിട്ട് വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടിരിക്കുന്ന ഒരു സവാളയാണ് അത് ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതിൽ വെജിറ്റബിൾസ് ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, ക്യാപ്സിക്കം, അതുപോലെ നമ്മുടെ പച്ചപ്പട്ടാണി കുക്ക് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നോൺ വെജ് വെച്ചിട്ട് വേണമെങ്കിലും നോൺ വെജ് ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചിക്കനൊക്കെ കുക്ക് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബേസായിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. ഇതിലേക്ക് മോസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പിയിൽ തന്നെ കേട്ടോ. അപ്പോൾ സവാള ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു കുഞ്ഞു 4 ഇതൾ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലപോലെ വഴറ്റിയതിൻ്റെ സ്മെല്ല് വിടുന്ന നേരത്ത് നമുക്കതിലേക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുത്ത് നമ്മളത് ഒന്ന് കുക്ക് ചെയ്ത് ഇറക്കുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്താലും മതി. ചില കുട്ടികൾക്കൊക്കെ ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായിരിക്കും. പക്ഷേ ഇതും നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മളുടെ തക്കാളി ഇവിടെ വാട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള മക്രോണിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ നല്ല കുക്കായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ടു. നിങ്ങൾ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോണിയുടെ റെസിപ്പി ഇവിടെ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ അരിഞ്ഞിട്ടോളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.